ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മധുരയിലാണുള്ളത്. ഇന്ന് നമ്മൾ മധുരയിൽ പെരുമാൾ കോവിലിൽ പോകാൻ പോവാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടുന്ന് ആണ് പെരുമാൾ കോവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. മധുരൈ മീനാക്ഷി ടെമ്പിളിൻ്റെ അവിടേക്ക് നടന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ എന്നാണ് പറഞ്ഞത് പെരുമാൾ കോവിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഇന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാം. രാവിലെ എന്ന് പറഞ്ഞാൽ 10:30 ആയിട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പെരുമാൾ കോവിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ഒരുപാട് ചെറിയ ചെറിയ കടകൾ ഒരുപാടുണ്ട് കേട്ടോ മധുരയിൽ. ഇത് കണ്ടോ, ചെറിയ കടയിൽ ചായ, വട, സ്നാക്സ് ഒക്കെ. ഇത് കണ്ടോ, ഇതിലെന്താ സമൂസ ഉണ്ട്, പരിപ്പുവട ഉണ്ട്, ഉള്ളിവട ഉണ്ട്, പിന്നെ ഇവിടെ സേവ എല്ലാം വെച്ചാണ്. ഉപ്പുമാവ് ഐറ്റംസ് കാര്യം. ഇതൊരു സ്ട്രീറ്റാണ്. അതാ ചെറിയൊരു ഇടവഴിയാണ്. ഈ വഴി കൂടെ ഒരുപാട് രണ്ട് സൈഡിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈവായിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കടയുടെ സെറ്റപ്പാണ്. ഇതൊരു ഷട്ടറാണ്. ഈ റാക്കുകൾ ഇത് ഷട്ടർ ഉണ്ടോ, താഴ്ത്താൻ പറ്റുന്ന ഷട്ടറാണ്. കണ്ടോ, ഇവരെ കിച്ചണാണിത്. ഇത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഉണ്ടോ, രണ്ട് സൈഡ് ഒരുപാട് ഷോപ്പുകൾ. നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു സ്ട്രീറ്റ്. നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ മേത്തർ ബസാറൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെയാണ്. പക്ഷേ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഷോപ്പുകളൊക്കെ അതേപോലെ തന്നെയുള്ളത്. കണ്ടോ, ഇതിൻ്റെ സൗത്ത് ഗേറ്റിൽ ഇതേപോലൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. ജെയിൻ ടെമ്പിൾ ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള ടെമ്പിളാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോലെ കാണുന്നൊരു ടെമ്പിൾ. ഫുള്ള് വൈറ്റാണ്, ഫുള്ള് വൈറ്റ് ടെമ്പിളാണ്. ഇത് കണ്ടോ, ഫുള്ള് മാർബിളിലാണ് ഈ അമ്പലം ബിൽഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫുള്ള് മാർബിളാണ്. നല്ല അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണിത്. എന്താ ഈ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടില്ലേ, ഭയങ്കര തണുപ്പാണ് ഈ ഇതിന്. മാർബിളായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജെയിൻ ടെമ്പിളിൽ കയറി ഇറങ്ങി. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. ജസ്റ്റ് ഒരു കവറേജ് മാത്രമേ എടുത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാങ്കുകളാട്ടോ. HDFC ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കണ്ടോ. ഇടയിലൊരു പഴയ ഹൽവ ഷോപ്പുണ്ട്, നാഗരത്നം ഹൽവ ഷോപ്പ്. ഇവിടെ പോലീസുകാരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സെക്യൂരിറ്റി ഉള്ളൊരു അമ്പലമാണത്. ഗണ്ണൊക്കെ പിടിച്ചിട്ടാണ് പോലീസുകാർ നിൽക്കുന്നത്. ഇത് ഒരു ആനപ്രാന്തനാണ് കേട്ടോ. ആനയുടെ മുകളിൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. നടക്കുമോയെന്നറിയില്ല. വീഡിയോ എടുത്തോ. ഇവിടെ നോക്ക്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കണ്ടോ m4marry.com ഒരു ഔട്ട്ലെറ്റ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. m4marry കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ അവരൊരു ഔട്ട്ലെറ്റ് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുണ്ട്, റെസ്റ്റ് ഹൗസ് ഉണ്ട്. റെസ്റ്റ് ഹൗസ് ഇത് ഗവൺമെൻറ് റെസ്റ്റ് ഹൗസാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അന്വേഷിച്ചു. റൂമിന് ഡബിൾ റൂമിന് 200, ട്രിപ്പിൾ ബെഡ് ഒക്യുപ്പൻസിക്ക് 300, AC റൂമിന് 500. പക്ഷെ അഡ്വാൻസ് ബുക്കിംഗ് ഒന്നുമില്ല. വന്നാൽ അവൈലബിൾ ആണെങ്കിൽ അപ്പം തന്നെ കൊടുക്കും. അങ്ങനെയാണ്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് ഒരു റെസ്റ്റ് ഹൗസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ മധുരയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോക്കാർ അല്ലെങ്കിൽ ടാക്സിക്കാർ അങ്ങനെ കുറേ പേര് നമ്മുടെ പിന്നാലെ കൂടും. അവർ റൂമുണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട്
കമ്മീഷൻ ഏജൻസി പോലെ പ്രവർത്തിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർ അങ്ങനെ അവരുടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അസോസിയേറ്റ് ചെയ്യുന്ന ഹോട്ടൽസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. അവർ വലയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ പെട്ടതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ റൂം എടുത്ത് 1000 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റീസണബിളായിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ ഫണ്ടിൽ തന്നെ കിട്ടും. പക്ഷേ ഒന്ന് സെർച്ച് ചെയ്യണം. ചിലപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. എന്നാലും നല്ല റൂം കിട്ടും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇതൊരു പെരുമാൾ കോവിലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോക്കാർ കുറേ നമ്മുടെ പിന്നാലെ നടന്നു. പക്ഷേ അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഒരു പഴയൊരു റിക്ഷ ഉണ്ട്, ആ ഒരു റിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ട് പെരുമാൾ കോവിലേക്ക് പോവാണ്. ഞങ്ങൾ പെരുമാൾ കോവിലേക്ക് റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവം പ്രായമായ ഒരു അപ്പാപ്പനുണ്ടോ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി, റിക്ഷ. ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതാ ഞങ്ങൾ കയറിയ റിക്ഷ ഇതാ വരുന്നു. ഞാൻ മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു അപ്പാപ്പൻ പാവം ചവിട്ടി നീങ്ങണില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പാപ്പനാണ് അത് വലിച്ചുകൊണ്ട് പോണത്. പുള്ളിക്കത് ഞങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ വെയിറ്റ് കൊണ്ട് ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇനി നമ്മൾ പെരുമാൾ കോവിലെത്തി. ഇതാണ് പെരുമാൾ കോവിൽ. നമ്മൾ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് ഈ റിക്ഷ പിടിച്ചത്. ഏകദേശം ഒരു കിലോമീറ്റർ 1.25 കിലോമീറ്റർ ഉണ്ടാവും. നമ്മൾ ഫൈനലി അങ്ങനെ എത്തി. പുള്ളി ഇത് ഓട്ടോ ഒക്കെ കണ്ടിന്യൂ അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നോട് 100 രൂപയാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ 150 രൂപ കൊടുത്തു. അപ്പം എനിക്ക് പുള്ളിയുടെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് ഈ ഒരു ഏജിൽ ഭയങ്കര വിഷമം തോന്നി. ഈ ഏജിലും പുള്ളി ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്യണേ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. ഇതാണ് പെരുമാൾ കോവിലിൻ്റെ ഫ്രണ്ട്, മുൻവശത്താണ്. പെരുമാൾ കോവിലിനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ശരിക്കും പേര് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ. എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷിലൊന്നും എവിടെയും കാണാനുമില്ല. പെരുമാൾ കോവിൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് വേറെ എന്തോ ആണ്. അങ്ങനെ പെരുമാൾ കോവിലേക്ക്, ഇതാണ് പെരുമാൾ കോവിലിൻ്റെ എൻട്രൻസ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് എൻട്രൻസ് കേട്ടോ. അമ്പലത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നൊരു വഴിയാണ് കേട്ടോ. ഇതിൽ ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള സംഭവമാണിത്. കണ്ടോ, പെരുമാൾ കോവിലിൽ അന്നദാനത്തിന് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ആദ്യം കയറ്റിയിരുത്തി. ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയൊരു സംഭവമാണ്. ഇവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പ്രത്യേക ക്യൂവിലൂടെ അവർ കയറ്റിയിരുത്തി. ഇവിടെ തുടങ്ങിയിട്ടില്ല. ഫുള്ളായിട്ട് സീറ്റിംഗ് മൊത്തം ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ പെരുമാൾ കോവിലിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. ഈ റൂമിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങൾ മധുരയിൽ എടുത്ത ഒരു ദിവസം എടുത്ത റൂം.
ഇത് ഒരു മൂന്നാൾക്ക് കിടക്കാൻ, നാലാൾക്ക് സുഖമായിട്ട് കിടക്കാൻ ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റി. നല്ലൊരു കോട്ട്, പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. പഴയ ലോഡ്ജ് മോഡിഫൈ ചെയ്താണെന്ന് തോന്നുന്നു. ഇവിടെ ടി വി ഉണ്ട്, ഒരു ജനല്, പിന്നെ ഇത് ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു മിററുണ്ട്, AC, അങ്ങനെ എല്ലാം ഉള്ള റൂം. ഇതിന് 1500 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. ആദ്യത്തെ ദിവസം നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് 1500 രൂപ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസിനും ഉണ്ട്. സിദ്ധു കണ്ടോ ഉറങ്ങണം. ജിഗർദന്ത പറഞ്ഞ സാധനമുണ്ട്, മധുരൈ സ്പെഷ്യൽ ജിഗർദന്ത. ഇതുണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജിഗർദന്ത. അത് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് ജിഗർദന്ത. ഞങ്ങൾ റിട്ടേൺ ആയി മധുരൈ ജംഗ്ഷനിൽ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതേ അമൃത എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ പോകുന്നത്. S8 ആണെന്ന് തോന്നുന്നു കോച്ച്. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ്. ഞങ്ങളങ്ങനെ പാലക്കാട് തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ ഈ രാമേശ്വരം മധുരൈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു യാത്രയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്